വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയല്ലേ നമ്മൾ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. അപ്പോൾ നല്ല ഒരു പ്രഭാതം നേരുകയാണ്. ഞാൻ ഇന്ന് പറയുന്നത് ജീവിത വിജയവുമായി ബന്ധപ്പെട്ട് ഒരു കാരണം ഉറപ്പാണ്. സ്നേഹ, ഒരു ദിവസം കൊണ്ടൊന്നും ആരും ജയിക്കാൻ പറ്റില്ല. കൃത്യമായ പ്ലാനിങ്, കൃത്യമായ ജീവിത ലക്ഷ്യം, കൃത്യമായ രീതിയിൽ സമയത്തെ ഉപയോഗിക്കൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾ ജയിക്കണം എന്ന് പറഞ്ഞ് ഒരാൾ ഇറങ്ങി തിരിച്ചാൽ ജയിക്കത്തില്ല. അയാൾ ജയിക്കണമെന്ന് അയാളുടെ ചിന്തയിൽ വരണം. അപ്പം എന്താ നമ്മൾ ഈ പാഠം പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നെപ്പോളിയൻ ഹിൽ എന്ന് പറയുന്ന വലിയ ഒരു എഴുത്തുകാരൻ എഴുതിയതാണ്. അയാൾ പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഈ മോർണിംഗ് വാക്കിൽ പല കാര്യങ്ങളും ഗുണകരമായത് പറയും. ചിലത് നാട്ടിൽ നടക്കുന്ന കാര്യം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, ഇന്നലെ നമ്മൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ഓരോ ദിവസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചും പറയും. പക്ഷേ വീക്ക്ലി നമ്മൾ പുസ്തകങ്ങളെ പറ്റിയും പറയും. എന്തിനാണെന്ന് ചോദിച്ചാൽ, എൻ്റെ കുഞ്ഞുങ്ങൾ ആ പുസ്തകത്തെ പറ്റി മനസ്സിലാക്കണം, പുസ്തകത്തിൻ്റെ എഴുതിയ ആളുടെ പേര് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ പറയുന്ന പുസ്തകത്തിൻ്റെ പേര് ദ മാസ്റ്റർ കീ ഓഫ് സക്സസ്. എന്താ കീ ടു സക്സസ്? എന്താ ദ മാസ്റ്റർ കീ ടു സക്സസ്. ആ സക്സസ് വരാനുള്ള മാസ്റ്റർ കീകളാണ് പറയാൻ പോകുന്നത്. ഇത് എഴുതിയത് നെപ്പോളിയൻ ഹില്ലാണ്. നെപ്പോളിയൻ ഹില്ല് പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് മാസ്റ്ററിയുടെ ആളാണ് അദ്ദേഹം. മൈൻഡാണ് എല്ലാത്തിനും കാരണമെന്നും തോട്ടാണ് കാരണമെന്നും അയാളുടെ പുസ്തകത്തിലെല്ലാം അയാൾ കുറിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്നത് ലക്ഷ്യബോധം, എന്താ ലക്ഷ്യബോധം, സ്വയം നിയന്ത്രണം, സഹകരണം, വിശ്വാസം എന്നീ കാര്യങ്ങളെ വ്യക്തമായി അദ്ദേഹം പറയുന്നു. എന്തതിനെയൊക്കെ പറ്റി പറയുന്നത്? വിശ്വാസത്തെ പറ്റി പറയുന്നു, ലക്ഷ്യബോധത്തെ പറ്റി പറയുന്നു, സ്വയം നിയന്ത്രണത്തെ പറ്റി പറയുന്നു, സഹകരണത്തെ പറ്റി പറയുന്നു. ഈ വേർഡുകളെല്ലാം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. വിശ്വാസം ആർക്കാ വരണ്ടേ? നമ്മളുടെ ഉള്ളിൽ നമുക്ക് വരേണ്ടത്. രണ്ടെന്താ വരുന്ന പറഞ്ഞേ? ലക്ഷ്യബോധം. സ്വയം നിയന്ത്രണം ആർക്കാ വരേണ്ടത്? ഡിസിപ്ലിൻ. നിങ്ങൾ ഒരു കാര്യം ഏറ്റെടുത്ത് ആ ലക്ഷ്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ചില കാര്യങ്ങൾ നിർത്തേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കത് ചെയ്യാൻ, എനിക്കത് ചെയ്യാൻ സമയമില്ല, എനിക്കത് ചെയ്യേണ്ട ആളല്ല. ഒരു സ്വയം നിയന്ത്രണം. പിന്നെന്താ പറഞ്ഞേ? ഒറ്റയ്ക്ക് വിജയിക്കാൻ പറ്റുമോ? ഒക്കത്തോ? സഹകരണം ഉണ്ടാവണം. ആൾക്കാരെ കൂടെ കൂട്ടണം. മനസ്സിലാവുന്നോ? ആൾക്കാരെ കൂടെ കൂട്ടണം. നീയോടെ ഞാനൊരു 50 വട്ടം പറയും, ഞാൻ ഇതിനോട്ടൂടെ നോക്കി നടക്കണം, എന്നെ മറഞ്ഞാ നീ ഞാൻ നടക്കണം. കാരണം എന്താ? ബോധമില്ലാതെ നടക്കുക. അപ്പോൾ നമുക്ക് എന്തോ ഉണ്ടാവണം? നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ കൃത്യമായ ലക്ഷ്യബോധം. നമ്മൾ ഇതിനകത്താണ് നടക്കുന്നത്. ഇപ്പോൾ ഈ പപ്പ പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ തലകുനിച്ച് നടന്നാൽ നടക്കും? ഇല്ല. കൃത്യമായ ലക്ഷ്യബോധത്തോട് നടക്കണം. ഞാനിത് എന്തിനു പറയുന്നു? എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടുകയല്ല, എൻ്റെ സൊസൈറ്റിയോട് ഞാൻ പറയുക. വേണ്ടവർ കേട്ടാൽ മതി, അവർക്ക് റിപ്പീറ്റ് ചെയ്ത് ഇന്നലെ നാളെ കേൾക്കാം. മനസ്സിലാവുന്നോ? അപ്പം അതോടൊപ്പം തന്നെ നിങ്ങളെ ഞാൻ എന്തിനാ പറയുന്നത്? ഇതിനകത്തോട്ട് വരൂ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? കോൺസെൻട്രേഷൻ. നിങ്ങളുടെ മൈൻഡ് ഇവിടെ ആണോ എന്ന് ഞാൻ ശ്രദ്ധിക്കുക. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്നേലും ഞാൻ കൃത്യമായി നിങ്ങളുടെ മുഖം കാണുന്നുണ്ട്. മനസ്സിലാവുന്നോ? അപ്പം നമുക്ക് വിശ്വാസമുണ്ടാവണം, സ്വയം നിയന്ത്രണം ഉണ്ടാവണം, സഹകരണം ഉണ്ടാവണം, ലക്ഷ്യബോധം ഉണ്ടാവണം. ഈ 4 പോയിന്റ് അദ്ദേഹം മാസ്റ്റർ കീ ആയിട്ടാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞ അദ്ദേഹം പിന്നെ കുറേ പ്രിൻസസ്, അതായത് വിജയത്തിൻ്റെ രാജകുമാരന്മാരെ പറ്റി പറയുന്നു. അങ്ങനെ ചില കാര്യങ്ങളൂടെ പറയുന്നു. അതാണ് ഈ ചാപ്റ്റർ, ഈ പുസ്തകം. ഇത് വായിച്ചാൽ നല്ല രസകരമാണ്. പക്ഷേ വായിക്കുമ്പം ഇപ്പോൾ ഒരു സാധാരണക്കാരനെ നമുക്കൊരു പുസ്തകം വായിക്കുക, നോവൽ വായിക്കുക, സമയം കുറേ എടുക്കും. അതൊന്നുമല്ല, ഇൻട്രസ്റ്റഡ് ആവും. കാരണം എന്താ? ക്യൂരിയോസിറ്റി ഉണ്ട്, എന്താ ഇനി വരാൻ പോകുന്നത്. പക്ഷേ ഈ പുസ്തകം വായിക്കുമ്പോൾ ഇതൊന്നും വരത്തില്ല. ഇങ്ങനെയുള്ള ഒരു മോട്ടിവേഷണൽ പുസ്തകം വായിച്ചാലും വരില്ല. അതിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? നിങ്ങൾ തന്നെ ഇത് പഠിച്ചാലേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ വീഡിയോ ഒരാൾ കാണുമ്പോഴും. നെൽസൺ പറയുന്നതിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് കാണും. മനസ്സിലായോ? അപ്പം ചോദിക്കുക, സമ്പത്തുള്ളവർ, സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പണമാണോ? ആണോടില്ലിനി? അല്ല. പണം മാത്രമല്ല സമ്പത്ത് എന്ന് പറയുന്നത്. പക്ഷെ വേറെ കാര്യം ഇപ്പോഴും അങ്ങ് അടിവരയിട്ട് പറയുക, പണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ്. മനസ്സിലായോ? പണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള സമ്പത്ത് കാണും? അറിവ് ഒരു സമ്പത്താണ്. ഓക്കെ, അടുത്തേ ആരോഗ്യം, സന്തോഷം, സ്നേഹം, സ്വാതന്ത്ര്യം, ഇതെല്ലാം എന്താണ്? മനഃശാന്തി, ഇതെല്ലാം സമ്പത്താണ്. അപ്പം പഠിച്ചോ. ഇത് എന്തിനാ ഞാൻ പറഞ്ഞു വെച്ചാൽ,
ഇന്നലെ നമ്മൾ സംസാരിച്ചു എന്തോന്ന് എൻവയോൺമെന്റ് ഡേയെ പറ്റി സംസാരിച്ചു. അതുകൊണ്ട് നേഹയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ കൃത്യമായി സംസാരിച്ചു. ഒരു 2 പേർക്കും സ്പെഷ്യൽ താങ്ക്സ് തരിക. മനസ്സിലാവുന്നു? അപ്പം സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യമുണ്ടാവണം, സന്തോഷമുണ്ടാവണം, സ്നേഹമുണ്ടാവണം, സ്വാതന്ത്ര്യം ഉണ്ടാവണം, മനസാക്ഷി ഉണ്ടാവണം, അല്ല മനഃശാന്തി ഉണ്ടാവണം. ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് മാസ്റ്റർ കീ ടു സക്സസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞ പോയിന്റ്സാണ്. ഞാൻ ഇച്ചിരി സ്പീഡ് എൻ്റെ ഓർമ്മയിൽ വരുന്നതും അങ്ങനെയൊക്കെയുള്ള പോയിന്റ്സ് പറഞ്ഞങ്ങ് പോകും. നിങ്ങൾ റിപ്പീറ്റ് ചെയ്തല്ലേ കേട്ടോണം. കാരണം അല്ലെ ഇതിനകത്ത് അയാൾ ഒത്തിരി പോയിന്റ്സ് പറയുന്നുണ്ട്. എല്ലാ പണക്കാരും എങ്ങനെയാ തുടങ്ങുന്നതെന്നുള്ളതാണ്. ഇത് ബിഗിനിങ് ഓഫ് ഓൾ റിച്ചസ്. എല്ലാ സമ്പത്തുള്ളവരും തരുന്നതെന്ന് പറഞ്ഞാൽ ഓരോ നേട്ടത്തിൻ്റെയും തുടക്കമെന്ന് പറയുന്നത് ചിന്തയാണ്. അപ്പൊ ആദ്യം പറഞ്ഞ പോയിന്റ് എല്ലാ സക്സസും വരുന്നത് എവിടെ നിന്നാണ്? ചിന്തയിൽ നിന്നാണ്. വ്യക്തമായ ലക്ഷ്യം ഉണ്ടാവണം. മനസ്സിൽ നിങ്ങൾ വിതയ്ക്കുന്നത് എന്തോ അതിന്റെ ഫലമായിരിക്കും നിങ്ങളുടെ വിളവ്. നിങ്ങൾ കഞ്ചാവ് ചെടി എടുത്തൊരു പൂന്തോട്ടത്തിൽ നട്ടാൽ കഞ്ചാവ് വിളിക്കത്തില്ലേ? റോസാപ്പൂ നട്ടാൽ റോസാപ്പൂ വിളിക്കത്തില്ലേ? ഇതിലേതാ നടേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ തലച്ചോറാകുന്ന പൂന്തോട്ടത്തിൽ, മനസ്സിലായോ? നിങ്ങൾ നടുന്നത് എന്താണോ അതിൻ്റെ വിളവാണ് നിങ്ങൾ എടുക്കുന്നത്. പിടികിട്ടിയോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യമുണ്ടാവണം, വ്യക്തമായ ചിന്തയുണ്ടാവണം. മനസ്സിലായോ? ഇനി ഇതിനകത്ത് അയാൾ പറയുന്നത് ഈ റിച്ചസിൻ്റെ ഒരു 12 ജീവിത സത്യങ്ങളാണ്. എന്ത്? 12 റിച്ചസ് ഓഫ് ലൈഫാണ് പറയാൻ പോകുന്നത്. 12 കാര്യം പറയുക. ഈ 12 കാര്യങ്ങൾക്ക് വളരെയേറെ എന്തുകൊണ്ട് പ്രാധാന്യമുണ്ട്. ഞാൻ പല കാര്യങ്ങളിലും പറയാം ആറ്റിറ്റ്യൂഡിന്റെ, മനോഭാവത്തെ പറ്റി പറയാം. അന്നേരം ഒന്നാമത്തെ എന്താണ്? ആറ്റിറ്റ്യൂഡ്. 2 ആരോഗ്യം. ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ എന്താ വേണം? നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടാവണം? നിങ്ങൾ ഹെൽത്ത് ആയിരിക്കണം. പിന്നെ ഇച്ചിരൂടെ മുമ്പേ പറഞ്ഞു വിശ്വാസം ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് സ്നേഹമുണ്ടായിരിക്കണം, നിങ്ങൾക്ക് പരസ്പരം ഐക്യമുണ്ടാകണം, നല്ല കുടുംബമുണ്ട്. 12 എണ്ണോ പറയുന്നേ. സ്നേഹം, പിന്നെന്താ? ഐക്യം, ആറ്റിറ്റ്യൂഡ്, പ്രത്യാശ, വിശ്വാസം. വെരി ഗുഡ്. സഹകരണം, നല്ല സുഹൃത്തുക്കൾ, സ്വയം പ്രകടിപ്പിക്കാനുള്ള അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള കഴിവ്, നിയന്ത്രണം, ആത്മീയ ബോധം. മനസ്സിലായോ? ഇതാണ് എന്തെന്ന് പറയുന്നത് റിച്ചസിന്റെ പില്ലേഴ്സ് എന്ന് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ റിച്ചസ് ആവുന്നതിനുള്ള രാജകുമാരന്മാരുണ്ട്. അത് 8 എണ്ണമുണ്ട്. അപ്പൊ ഈ 12 എണ്ണം മനസ്സിലായിക്കോണം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? 8 പ്രിൻസസ്. അതിനകത്തും അദ്ദേഹം ഒരെണ്ണം പറയുന്നുണ്ട് വിശ്വാസം. എന്ത്? വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. പക്ഷെ അവിടെ അദ്ദേഹം പറയുന്ന വേറൊരു പോയിന്റ് ഉണ്ട്, ആത്മനിയന്ത്രണം. ഞാൻ ചില സമയത്തൊക്കെ രാവിലെ നിയാക്കുട്ടനെ എന്തെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പം നിയാക്കുട്ടനെ ഞാൻ വഴക്ക് പറയും. കാരണം എന്താ? നിയാക്കുട്ടൻ അല്ല, ഈ നേഹയത് തന്നെ. നിങ്ങൾ രാവിലത്തെ സമയം നിങ്ങളൊരു 4:30 എഴുന്നേറ്റാൽ 4:30 തൊട്ട് 6 മണി വരെയുള്ള സമയം നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കണം. നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കണം. മനസ്സിലായോ? ബാക്കിയുള്ള ആക്ടിവിറ്റീസിന് പിന്നെ സമയം കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മനിയന്ത്രണം. അന്നേരമായിരിക്കും നിങ്ങൾ വിചാരിക്കും എന്നാ നമുക്ക് കക്കൂസി പോയേക്കാം, അങ്ങ് അത്ര മുട്ടിയാൽ പോയാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പോയാൽ മതി. ആ സമയത്തെ എത്രമാത്രം നിയന്ത്രിക്കാമോ ആ രീതിയിൽ നിയന്ത്രിക്കണം. അപ്പോൾ ആത്മനിയന്ത്രണം വേണം. പിന്നെന്തോ വേണ്ടേ? ആത്മനിയന്ത്രണം വേണം, ധൈര്യം വേണം. അടുത്തെന്തോ? ആത്മനിയന്ത്രണം. പിന്നെന്തോ ഒരു പോയിന്റ് പറഞ്ഞാൽ ധൈര്യം വേണം. അതുകൊണ്ടായാലും പോരാ. ഇപ്പോൾ എന്നും രാവിലെ പപ്പ ഇല്ലാത്തപ്പോഴും നിങ്ങൾ നടക്കണമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ പോയി. എനിക്ക് ഭയങ്കര പ്രൗഡായിരുന്നു. ഞാനും പ്രദീപമായിട്ടിരുന്ന് ഇത് കണ്ടപ്പോൾ. മനസ്സിലായി? അതിന് പറയുന്ന പേരാണ് സ്ഥിരോത്സാഹം. എന്ത്? നിങ്ങൾക്കത് ചെയ്യാനുള്ള ആ സ്ഥിരോത്സാഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിന് നിങ്ങൾ കൃത്യതയും ഉണ്ടാവണം. പോയിന്റ്സ് മനസ്സിലായി? ആത്മനിയന്ത്രണം, പിന്നെ വേണ്ടത് ധൈര്യമാണ്. രാവിലെ എഴുന്നേറ്റ് നടക്കാനുള്ളൊരു ധൈര്യം. ആൾക്കാരുടെ മുന്നേ ഇങ്ങനെ ഒരു ഇതും പിടിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ, മനസ്സിലായോ? കറേജസ്, ധൈര്യം ഉണ്ടാവണം. അപ്പോൾ ഈ ധൈര്യം എങ്ങനെ ഉണ്ടാവുന്നതെന്ന് പഠിച്ചിട്ടുണ്ടോ ഇതുവരെ? എക്സ്പീരിയൻസ്. യെസ്, വെരി ഗുഡ്. ധൈര്യം എപ്പോഴാണ് വരുന്നത്? സിംഹം നമ്മുടെ അടുത്ത് വരുമ്പോഴും സിംഹത്തെ കണ്ട് അവനങ്ങ് നമ്മളെ ഇഷ്ടമായി കഴിഞ്ഞാൽ, അങ്ങ് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേടിയുണ്ടോ? ഇല്ല.
ധൈര്യം എന്ന് പറയുന്നത് എക്സ്പീരിയൻസിൽ നിന്നാണ്. സ്ഥിരോത്സാഹം പപ്പ പറഞ്ഞു, കൃത്യത പറഞ്ഞു, വിശ്വാസം പറഞ്ഞു, നല്ല ശീലം. നിങ്ങൾക്ക് എന്താ ഉണ്ടാവണം? നല്ല ശീലമുള്ള കുഞ്ഞുങ്ങളായി മാറണം, നല്ല സത്യസന്ധരായിരിക്കണം. പപ്പയോട് പറയുക, പപ്പ നാളെ രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ ഞങ്ങൾ ചെയ്യും. ആ സത്യസന്ധതയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, പപ്പയൊക്കെ എങ്ങനെ എഴുന്നേക്കുന്നത് എങ്ങനെയാണ്? എടേ, ഞാൻ എഴുന്നേൽക്കുന്നതിന് കാരണം എന്താ? ഞാനൊരു പർപ്പസ് ഉണ്ടാക്കിയിട്ടേക്കുന്നുണ്ടാ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യണം. ആ പർപ്പസിന് വേണ്ടി യാത്ര ചെയ്യുന്നത്. അവിടെ എന്താ ആ പർപ്പസ് എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയാം. അപ്പോൾ അവിടെ എന്തുണ്ടാവും? എനിക്ക് എൻ്റെ കൃത്യതയുണ്ട്, വിശ്വാസമുണ്ട്, എനിക്ക് നല്ല ശീലമുണ്ട്, എനിക്ക് സത്യസന്ധതയുണ്ട്. ആരോടാ? എന്നോട്. യെസ്, നിന്നോടല്ല, എനിക്ക് എന്നോടുണ്ട് ഇതെല്ലാം. പിന്നെ സഹകരണം ഉണ്ടാവണം. ഒരു ജീവിതത്തിലെ ഒരു വലിയ കമ്പനികളും ഒറ്റയ്ക്ക് ഒരാളും ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം മനസ്സിലായോ? നമ്മുടെ ലക്ഷ്യമുള്ളവനെ കണ്ടുപിടിച്ച് കൂടെ കൂട്ടണം. എന്തോ? നമ്മുടെ ലക്ഷ്യമുള്ളവൻ എവിടെ ഉണ്ടോ അവനെ കണ്ടുപിടിക്കണം. അവൻ ഇന്നത്തെ കാലത്ത് അത് കണ്ടുപിടിക്കാൻ പാടാന്നോ? അല്ല. ഇതിനകത്തൂടെ പറഞ്ഞാൽ മതി, എനിക്ക് ഇന്നപോലെ ഒരു ലക്ഷ്യമുണ്ട്, അതുമായി ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ളവരെല്ലാം പറയണം, നമുക്ക് ഒരുമിച്ച് ഒരു കാര്യം ചെയ്യാം. പിറ്റേന്ന് രാവിലെ നമ്മൾ അറിയത്തില്ല, അവന്മാരെല്ലാം കൂടെ ചാടി വീഴും. മനസ്സിലായോ? അപ്പോൾ ഒരു ഡെഫിനിറ്റ്നെസ് ഓഫ് ലൈഫുണ്ട്, പർപ്പസ് ഉണ്ടാവണം. നമുക്കത് കൃത്യമായി ഒരെണ്ണം ഉണ്ടാവണം. അതാണ് എന്തെന്ന് പറയുന്നത്? വ്യക്തമായ ലക്ഷ്യം. നമ്മുടെ ഡെഫിനിറ്റ്നെസ് എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായ ലക്ഷ്യം. അതില്ലാത്ത ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അത് എവിടെ വെക്കണം? എഴുതി തന്നെ വെക്കണം. ഞാൻ നേഹ എഴുതി വെക്കുക, ഞാൻ IAS ആകും. നീ എഴുതി വെക്കുക, ഞാൻ മുഖ്യമന്ത്രി ആകും, അല്ലെങ്കിൽ ഞാൻ IPS ആകും. മനസ്സിലാവുന്നോ? ആ എഴുതി വെച്ചിട്ട് അപ്പം ചോദിക്കണം എന്നാവും. അതൊരു ചോദ്യമല്ലേ? ഇന്ന് ഞാൻ എന്ത് ചെയ്യും? ഇന്ന് ചെയ്യാതെ എന്നാവുന്ന എങ്ങനെടേ? ഇന്നത്തെ ജോലി ചെയ്തോ? ഇല്ല. ഇന്നത്തെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നാളത്തെ ജോലി അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റൂ. ഐഡിയ കിട്ടിയോ? സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എടുക്കേണ്ട ഏറ്റവും വലിയൊരു റിസ്ക് എന്താണ്? നീ ഇന്ന് എന്ത് ചെയ്തു, ഇതായിട്ട് നാളെ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് വ്യത്യസ്തമായി. മനസ്സിലായോ? എന്നാലേ ഡെഫിനിറ്റ്നെസ് ഓഫ് പർപ്പസ് വർക്കാവും. ഇനി സംശയമുണ്ടോ? ഇല്ല. അപ്പം ദ ഹാബിറ്റ് ഓഫ് ഗോയിങ് ദ എക്സ്ട്രാ മൈൽ. അടുത്ത് എന്ത് പറയുന്നത്? ദ ഹാബിറ്റ് ഓഫ് ഗോയിങ് എക്സ്ട്രാ മൈൽ. കൂടുതൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ മൂല്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ലക്ഷ്യത്തിലേക്ക് എത്തും. കൂടുതൽ അലസതയുള്ള ഒരാൾ കൂടുതൽ മോശപ്പെട്ട രീതിയിലേക്ക് പോകും. മനസ്സിലായോ? ഈ ഒരു വിജയി എന്ന് പറയുന്നത് ജോലി ചെയ്യുവല്ല. എന്ത് ഒരു വിജയ് എന്ന് പറയുന്നത്? ജോലി ചെയ്യുന്ന ഒരു വിജയ്. ഇപ്പം അയാളുടെ പേരെന്താ? എലോൺ മസ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സക്കൻബർഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഏത് വിജയിച്ച ഒരു 10 പേരുടെ പേര് പെട്ടെന്ന് പറ. സ്റ്റീവ് ജോബ്സ് ആയി, ജെഫ് ബെസോസ് ഉണ്ട്, നിക്കി വിച്ചൂസ്, എത്രയോ ആയിക്കോട്ടെ. അന്നേരം ആ പേര് പറയാൻ എന്നോലും ഇത് ചെയ്യരുത്. ഇങ്ങനെയുള്ള ഒരു 25 പേര് പൊട്ടാന്ന് പഠിച്ചു വെച്ചേക്കണം. മലവെള്ളം വരുന്നതിനോട്ട്. കാരണം എന്താ? അവർ ജീവിതത്തിൽ വിജയിച്ച എന്തുകൊണ്ടാ? കഷ്ടപ്പാട് കൊണ്ടാ. മനസ്സിലായോ? അപ്പം വലിയ ജോലി എന്ന് പറഞ്ഞാൽ വിജയ് ജോലി ചെയ്യുകയല്ല, മൂല്യം സൃഷ്ടിക്കുക. എന്താ വിജയ് എന്താ ചെയ്യുന്നത്? നമ്മുടെ സിനിമാ നടൻ വിജയ് അല്ല. അയാളെ വേണമെങ്കിൽ ഉദാഹരണം എടുക്കാം. 2 വർഷം കൊണ്ടൊരു ഇതുണ്ടാക്കി കോൺഗ്രസ് പാർട്ടിയൊക്കെ ഇത്രയും വർഷം കിടന്ന് കഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാത്ത സാധനം തമിഴ്നാട്ടിൽ അവരെന്ത് ചെയ്ത് അയാൾ 2 മാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു. അപ്പം വിജയ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുവാണ്? ജോലി ചെയ്യുകയല്ല, പിന്നെ മൂല്യം. അയാൾക്ക് മൂല്യം ഉണ്ടാക്കുക. മനസ്സിലായോ? അതുകൊണ്ടാണ് രക്ഷപ്പെടുന്നത്. അടുത്ത മനസ്സിലായോ? അടുത്തൊരു പോയിന്റ് അദ്ദേഹം പറഞ്ഞത് സ്നേഹം. എന്തോ? ലവിനെ പറ്റിയാ പറഞ്ഞത്. എന്തോതിനെ പറ്റിയ? സ്നേഹം. ലവ് എന്തോ ചെയ്യും? ദ ട്രൂ ലവ് എന്ന് പറഞ്ഞത് ഒരു മനുഷ്യ പരിണാമത്തിന് തന്നെ കാരണമാവും. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞത്. സ്നേഹത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞത് നമ്മുടെ മൈൻഡിനെ കീഴ്പ്പെടുത്തണം. എന്താ? നമ്മൾ ആരുടെ മൈൻഡിനെ? ഒരു കൂട്ടം ആൾക്കാരുടെ മൈൻഡ് നമുക്ക് വേണ്ടി ഉണ്ട്. മാസ്റ്റർ ദ മൈൻഡ്സ്. 100 കണക്കിന് ആൾക്കാരുടെ മൈൻഡിനെ നമ്മുടെ കൂടെ നിർത്തിയിട്ട് നമ്മുടെ പർപ്പസിലേക്ക് എത്തിക്കണം. ഞാൻ എന്തിനാണ് നിന്നെ ഇങ്ങനെ നടക്കാൻ അറിയാം? നീ എവിടെ നോക്കുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഇതുപോലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ കാര്യം എങ്ങനെ ശ്രദ്ധിക്കും? അപ്പോൾ പോട്ടെ, എന്താണ്? നമുക്ക് കൂടെ നിർത്തി ഒരേ മൈൻഡുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് 100 മാസ്റ്റർ ചെയ്യണം. എത്ര പേരുടെ? ഒട്ടനവധി ആൾക്കാരുടെ മൈൻഡിനെ
നമ്മൾ മാസ്റ്റർ ചെയ്തിട്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ വിജയിക്കൂ? തീർച്ചയായും വിജയിക്കും. എന്നെ സംശയം എന്തിനാ? അടുത്ത മനസ്സിലായ? അയാൾ ആൻഡ്രൂ കാർണിച്ച് പറഞ്ഞതുപോലെ നമുക്കറിയാവുന്ന, അയാളെ അറിയത്തില്ലയോ? മാസ്റ്റർ മൈൻഡിനെ പറ്റി ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരാളാണ്. അയാളുടെ പുസ്തകത്തെ പറ്റി ഇയാൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, വിജയ് ഒരിക്കലും ഒറ്റയ്ക്ക് പ്രവർത്തിക്കത്തില്ല. എന്ത്? ഡെയിൽ കാർണിജ് അല്ലേ? ആൻഡ്രൂ കാർണിജും ഉണ്ട്, ഡെയിൽ കാർണിജ് ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ പറയുന്ന ലീഡർഷിപ്പിനെ പറ്റി പറഞ്ഞാണ്. അതല്ല ഞാൻ ഇപ്പൊ അതൊന്നും കാര്യമില്ല. ആൻഡ്രൂ കാർണിജിനെ പറ്റി, അയാൾ മാസ്റ്റർ മൈൻഡിനെ പറ്റി എഴുതിയാണ്. നമുക്ക് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഇപ്പൊ കോൺഗ്രസ് അധികാരം പിടിക്കാൻ തീരുമാനിക്കുന്നു. ഒരാള് തീരുമാനിച്ചാൽ പിടിക്കാൻ പറ്റുമോ? ഇല്ല. ഒരാള് 1000 പേരുടെ മൈൻഡിനെ, ലക്ഷക്കണക്കിന് മൈൻഡിനെ, കോടിക്കണക്കിന് മൈൻഡിനെ കൊണ്ടുവന്ന് അതിനെ അങ്ങ് കൂടെ നിർത്തി അവരെല്ലാം കൂടെ ഒരുമിച്ച് പിടിക്കും. നടക്കുമോ? അപ്പം വിജയ് ഒരിക്കലും ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്. നമുക്ക് ഉപദേശക്കാരുണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, കാണത്തില്ലയോ? ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവര് അറിവ് പങ്കുവെക്കണം. അടുത്തെന്ത്? അറിവ് എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്നതിനോട് പങ്കുവെച്ചാൽ, അറിവ് പങ്കുവെച്ചാൽ എന്തോ സംഭവിക്കും? വർദ്ധിക്കും. സംശയമുണ്ടോ? ഇനി ഒരു പ്രവൃത്തിയിൽ ഒരു വിശ്വാസം ഉണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ പറയുന്നത്? വിശ്വാസം എന്ന് പറയുന്നത് വെറും ഒരു വികാരമല്ല. വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ സംശയം ഇല്ലാതാവും. എന്തോ കാര്യം? നിങ്ങളുടെ ചിന്തയെ നശിപ്പിക്കുന്ന തന്നെ നിങ്ങളുടെ സംശയമാണ്. ജയിക്കുമോ? അതുകൊണ്ടാണ് ബൈബിളിൽ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നീ വിശ്വസിച്ചാൽ മഹത്വം കാണും. മനസ്സിലായോ? അപ്പം വിശ്വാസം എന്ന് പറയുന്നത്, പിന്നെ ഈ കൊച്ചു തലയൊക്കെ ചൊറിയോ? ഇത് ആൾക്കാർ കണ്ടോണ്ടിരിക്കല്ലേ, നീ ഇത്രയും നെഗറ്റീവായിട്ടുള്ള സെൻസ് വരരുത്. പറഞ്ഞു. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കണം, നമ്മളിൽ വിശ്വസിക്കണം. ദൈവത്തിൽ തന്നെ വിശ്വസിക്കണം. ദൈവം നിന്റെ ഉള്ളിലാ. അപ്പൊ ആരിൽ വിശ്വസിക്കണം? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായോ? ദൈവം എവിടെ ഇരിക്കുക? നിന്റെ ആത്മാവെന്ന് പറയുന്ന നിന്റെ ഉള്ളിൽ ദൈവം ഇരിക്കുക. അപ്പൊ നീ ആരിൽ വിശ്വസിക്കണം? നിന്നിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നീ ഈ കൊച്ചിൽ ആരുണ്ട്? അതേപോലെ ആത്മാവില്ലേ? അവളിലും വിശ്വസിക്കേണ്ടി വരും. കാരണം അവിടെയും ദൈവം ഇരിക്കും. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നീ ആ പ്രവർത്തനം ചെയ്യുന്നെങ്കിൽ അത് ദൈവത്തിന്റെ മഹത്വമാണ്. അത് അവരുടെ മനസ്സിലായോ? അല്ല, ഇത് നമ്മൾ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ചോദ്യം, ഇത് ഓക്കെ, നിങ്ങളിപ്പോ ആദ്യം പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം എന്ത്? ആരിൽ വിശ്വസിക്കണം? നിന്നിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ ഫിസിക്കലി നിന്നിൽ വിശ്വസിക്കണം. എന്നാലല്ലേ നിനക്ക് ഓടാൻ പറ്റൂ. എന്നാ എനിക്കൊന്ന് പറയാൻ അനുവദിക്കൂ. നീ ഫിസിക്കലി ഓടണമെന്നുണ്ടെങ്കിൽ ആര് തന്നെ ഓടണം? നീ വിജയിക്കണമെങ്കിലും പഠിക്കണമെങ്കിലും ആര് തന്നെ ഓടണം? മനസ്സിലായോ? പക്ഷേ നിന്നെ കൊണ്ട് ഇത് ഓടിക്കുന്നതെല്ലാം ദൈവമാണെന്ന് വെച്ചോണം. നിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു ശക്തിയാണ്. അത് നിന്റെ ശരീരം വെച്ചാൽ പോകത്തില്ല. നീ രാവിലെ കിടന്നുറങ്ങും. എടാ, നീ പറയുന്ന ഈ മഴയുടെ സമയത്ത് നീ എന്നല്ല, ഈ ലോകത്ത് ആർക്ക് എഴുന്നേക്കാൻ പറ്റും? 3:30 ആകുമ്പോൾ നിനക്ക് നിന്നെ ഉറങ്ങാൻ സമ്മതിപ്പിക്കാത്ത എന്തോ വലിയ ചിന്ത നിന്നിൽ വരണം. നീ പറയണം, ഇങ്ങനെ തന്നെ പഠിക്കണം. എങ്ങനെ? ഞാൻ ഉറങ്ങും. എങ്ങനെ? മരിച്ചിട്ട്. മരിച്ചു കഴിയുമ്പോ അങ്ങ് ഉറങ്ങിക്കോ, പിന്നെ വേറൊരു കാര്യമില്ല. പക്ഷെ അതിനു മുമ്പ് നീ ജയിക്കണം, പ്രൂവ് ചെയ്യണം. മനസ്സിലായോ? ഇത് അന്നേരം ഇത് ലോ ഓഫ് കോസ്മിക് ഹാബിറ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതാണ് സംഭവം. ദ ലോ ഓഫ് കോസ്മിക് ഹാബിറ്റ്. നിനക്ക് ദൈവികമായ ചില കാര്യങ്ങൾ വരണം. അതെന്താണെന്നറിയാമോ? അത് ശീലങ്ങളാ. എന്താ? നിങ്ങൾ വിജയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡിസിപ്ലിനോട് കൂടിയുള്ള പ്രവർത്തനം. അതിനകത്ത് വേറെ മാജിക് ഒന്നുമില്ല. എന്ത്? ഡിസിപ്ലിനോട് കൂടിയുള്ള ആവർത്തിച്ച് ചെയ്യുക. ആ കാര്യമാണ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്. പഠിച്ചോ? ഡിസിപ്ലിനിലൂടെ ആവർത്തിച്ച് ചെയ്യുക. ഒരു കള്ളത്തരം കാണിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ നല്ല കള്ളനായി മാറും. നല്ലോണം പഠിച്ചു വന്നാൽ നിങ്ങൾ നല്ല ഇതായിട്ട് വരും. ഡോക്ടറോ എഞ്ചിനീയറോ ഇതൊക്കെ ആവും. നിങ്ങൾ നല്ല രീതിയിൽ പൊളിറ്റിക്സ് കയറി വന്ന ഒരു ദിവസം കൊണ്ട് ഇതൊന്നും വരത്തില്ല. മായം ചേർക്കരുത്. സത്യസന്ധതയോട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഇയാൾ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റോടെ ഞാൻ പറഞ്ഞങ്ങ് നിർത്തുക. സെൽഫ് ഡിസിപ്ലിൻ. മനസ്സിലായോ? സെൽഫ് ഡിസിപ്ലിൻ. മനസ്സിനെ നിയന്ത്രിക്കുന്നത് മനസ്സാണ്. ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. സംശയമുണ്ടോ? ഇല്ല. അതിന് നിങ്ങൾ നിങ്ങളുടെ വികാരത്തെ അടുക്കി വെക്കണം. എന്തൊരു വികാരം? എനിക്ക് തിന്നാൻ പോകണം, എനിക്ക് ഇപ്പൊ കക്കുശി പോകണം. അതൊരു വികാരമല്ല, അത് കറക്റ്റായിട്ട് വേണ്ടതാ. ഒരു വികാരം പറയാം. സിനിമ കാണണം, അല്ലെന്നുണ്ടെങ്കിൽ വികാരപരമായ കുറേ കാര്യങ്ങൾ അതിപ്പോൾ ചെയ്യണമെന്ന് അങ്ങ് തോന്നുക. മനസ്സിലായോ? അതിനെ അടക്കി വെക്കണം. ഇപ്പൊ ചെയ്യത്തില്ല, ഞാൻ വേറൊരു പർപ്പസ് ചെയ്തുകൊണ്ടിരിക്കുക. ആരോട് പറയുക? സെൽഫ് ഡിസിപ്ലിൻ. മൈൻഡിനോട് പറയാ എടാ അവിടെ നിർത്തറ, ഞാൻ ഇനി ഇത് ഞാൻ ചെയ്യട്ടെ, എഴുന്നേക്കൂ. കാര്യം മനസ്സിലായോ? ആ വികാരത്തെ നിയന്ത്രിക്കണം,
അതിനുവേണ്ടി ഒരു അച്ചടക്കം ഉണ്ടാവണം, സെൽഫ് ഡിസിപ്ലിൻ. ഈ പറഞ്ഞതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് മീൻസ് വാട്ട് കാൾ ഫോക്കസ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പാഠത്തിൽ ഇത്രയാണ്, ഇയാൾ പറയുന്ന കാര്യങ്ങൾ ഇത്രയാണ്. ഒന്ന്, വ്യക്തമായ ലക്ഷ്യമുണ്ടാവണം, ഒരു മൂല്യം നൽകുക, നല്ല ആളുകളുമായി കൂട്ടുകൂടുക, വിശ്വാസത്തോട് പ്രവർത്തിക്കുക, നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക, അച്ചടക്കം എടുക്കുക. ഇനി എന്തെങ്കിലും വേണോ? ദീസ് ആർ ദ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഓഫ് ദിസ് പുസ്തകം. ആണോ? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. സമ്പന്നനാകാനേ ആദ്യം സമ്പന്നമായ ചിന്ത വേണം. എന്താ വേണം? സമ്പന്നനാവണമെന്നുണ്ടെങ്കിൽ സമ്പന്നനാവാനുള്ള സിസ്റ്റം, ആ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടോ? എന്തോ ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറ. സമ്പന്നനാകണമെങ്കിൽ സമ്പന്നനാകണമെന്ന തോട്ട് നമ്മളുണ്ടായിരുന്നു. സമ്പന്നനാകുന്നതിന് മുമ്പ്, നിങ്ങൾ ആകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരിക്കൽ എന്തായി? മനസ്സുകൊണ്ട് സമ്പന്നനായി. മനസ്സിലായോ? അങ്ങനെ ആയാൽ മാത്രം. പണമാണോ ആദ്യം വരുന്നത്? അല്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പണം അങ്ങ് വന്നോളൂ. മനസ്സിലായോ? മനസ്സിലായി. എന്റെ ദൈവം, എന്റെ കുഞ്ഞിന്റെ തല തറയിൽ നടക്കുന്നു. അയ്യോ എന്റെ ദൈവമേ. അപ്പം എന്തെങ്കിലും ഈ പടത്തെ പറ്റി സംശയമുണ്ടോ? കണ്ടോ, ഇത് നിയാമോട് പറഞ്ഞാന്നോ? ചിന്തയിൽ നിന്ന് വന്നേ? ആ പറഞ്ഞത് നിയാമോടെ ചിന്തയിൽ നിന്ന് വന്നതാണോ? അവൾ എങ്ങനെങ്കിലും ഇതങ്ങ് നിർത്തിയാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഉപബോധ മനസ്സിൽ നിന്ന് വന്നതാ, ചിന്തിച്ചതേ ഇല്ല. ഉപബോധ മനസ്സിൽ നിന്ന് വന്നതാ. പറ. സംശയം ഇല്ലയോ എന്നൊരു ചോദ്യം വേണ്ട, സംശയമേ കാണുമല്ലോ. പപ്പ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, നമ്മുടെ മൂല്യം നമ്മൾ വർദ്ധിച്ചത്. അത് പ്രാക്ടിക്കലി പറഞ്ഞു തരാൻ പറ്റും. കഷ്ടപ്പെടണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കഷ്ടപ്പെടാൻ മീൻസ് ഇപ്പൊ എന്താ പറഞ്ഞു? പപ്പ എന്റെ ഇടയ്ക്ക് പറഞ്ഞില്ലായിരുന്നോ? എന്താ പറഞ്ഞു? കൃത്യമായി പറ. ഇപ്പൊ ഒരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ നമ്മൾ അധികം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഇപ്പൊ സഹകരണത്തെ പറ്റി പപ്പ അതിന്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞു. കുറെ ആളുകളെ കൂടി ചേർന്ന് നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നീ ആദ്യം ഇപ്പൊ എന്തോ ഒരു ഉദാഹരണം പറഞ്ഞ, ഒരു IT കമ്പനി നേഹ തുടങ്ങുന്നു. ആദ്യം ആ ചിന്ത ആരിൽ വന്നു? അതാണ് ഒന്നാമത്തെ പ്രശ്നം. ആ ചിന്ത തീവ്രമായി ചിന്തിച്ച് അത് എങ്ങനെ പോകണം, എവിടെ ചെന്ന് അവസാനിക്കണമെന്ന് ചിന്തിച്ചോ. അതാ 90% ആൾക്കാരും ചിന്തിക്കത്തില്ല. നേഹ, കാര്യം മനസ്സിലായി. നീ ഈ ചിന്തയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നിന്റെ ചിന്തയുടെ പൂർത്തീകരണം ഉണ്ടാവണം. നീ ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ ഇന്നടുത്ത് എത്തും എന്ന് ആദ്യം ചിന്ത മനസ്സിൽ വന്നു. അത് നീ ഒരു ബ്ലൂ പ്രിൻ്റ് പോലെ കണ്ടു. നീ നിൻ്റെ ബിൽഡിങ്ങുകളെല്ലാം വിഷ്വലൈസ് ചെയ്തു. ആയിരക്കണക്കിന് ആൾക്കാർ നിന്നെ സഹായിക്കുന്നതായി കണ്ടു. നിൻ്റെ പ്രോജക്റ്റ് വിജയിക്കുന്നതായിട്ട് കണ്ടു. ബാങ്കുകൾ സഹായിക്കുന്നതായിട്ട് കാണുന്നു. നല്ല എൻജിനീയേഴ്സ് പിള്ളേർ വന്ന് ചേരുന്നതായിട്ട് കാണുന്നു. ലോകം നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തതായിട്ട് കാണുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നിനക്ക് മനസ്സിലായി, ഇന്ന സ്ഥലത്തിൽ ഇന്ന ആൾക്കാർ എനിക്ക് വേണം, ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ വേണം. മനസ്സിലായി? അങ്ങനെ അവർ വന്ന് നിനക്ക് ലിവറേജ് ചെയ്യും. ലിവറേജ് മനസ്സിലായോ? അങ്ങനെയാണ് സക്സസ് ഉണ്ടാവുന്നത്. പഠിച്ചോ? ഇപ്പൊ ആ ചോദ്യത്തിന് മറുപടി കിട്ടിയോ? യെസ് ഓർ നോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നിയാമൊക്കെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു.